കണ്ണൂർ ഭാഗങ്ങളിൽ സദ്യകളിൽ ഉണ്ടാകുന്ന ഇഞ്ചി പച്ചടീൻ്റെ റെസിപ്പിയാണ് ഇത്. നമുക്ക് കല്യാണത്തിൻ്റെ തലേന്ന് ചോറിൻ്റെ കൂടെയും കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ വയറിനും ദഹനത്തിനും ഒക്കെ നല്ലതാണ് ഈ ഒരു ഇഞ്ചി പച്ചടി കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല പുളിയുള്ള മോര് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് 2-3 മിനിറ്റ് കൊണ്ട് മാത്രം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് അധികം മൂക്കാത്ത തേങ്ങ എടുക്കാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക്, ഒരു 3-4 കാന്താരി, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ല പുളിയുള്ള മോരും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അതിനുശേഷം നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിയുള്ള കറിയല്ല, നല്ല ലൂസായിട്ടുള്ള കറിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയുള്ള ഒരു ഒഴിച്ച് കറിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്കിത് ലൂസാക്കി എടുക്കാം. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത്രയും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഇനിയിപ്പോൾ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഇനി ലാസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് വറുത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചില ഭാഗങ്ങളിൽ കുറച്ച് തേങ്ങയും കൂടി വറുത്തിടുന്ന കാണാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്